ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും സിംപ്ലിക്കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടില്ല തന്നെ വളരെ സിമ്പിളായിട്ട് ഒരു 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ബനാന കട്ട്ലറ്റാണ്. നമ്മൾ നല്ല പഴുത്ത പഴമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ട് ചെയ്ത് കഴിക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഗീവ് വേയുടെ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും, ഫ്രീ ആണ്, അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അപ്പോൾ അത് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു ബനാന കട്ട്ലറ്റിന് വേണ്ടിയിട്ട് ഞാൻ 4 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. നല്ലപോലെ പഴുത്ത ഏത്തപ്പഴം എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കട്ട്ലറ്റിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റും അതുപോലെ പുറം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം. പക്ഷേ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പോലെ അത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. പിന്നെ അത് മാത്രമല്ല വളരെ എളുപ്പത്തിൽ നമുക്കത് കുഴച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഈ പഴമൊക്കെ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കുക, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പോൾ ഇതുപോലെ ഞാൻ 4 പഴവും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്തെടുക്കുന്ന ഈ ഒരു സമയത്ത് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലോട്ട് പഴം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ടൈമിലുള്ള എൻ്റെ വീഡിയോ എനിക്ക് മിസ്സായി പോയി കേട്ടോ. വേറെ ഒന്നുമില്ല, നമ്മൾ അതിലോട്ട് 4 ടേബിൾ സ്പൂൺ എണ്ണയോ നെയ്യോ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് മിക്സായിട്ട് വരുമ്പോൾ ഏകദേശം 1/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരം നമുക്ക് വേണമെന്ന അളവിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. ഇനി മധുരം വേണ്ട, പഴത്തിൻ്റെ മധുരം മാത്രം മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പേ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി പഞ്ചസാര ഒന്ന് അലിഞ്ഞ് ഇതുമായിട്ടൊന്ന് മിക്സായിട്ട് വരണം. അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പോൾ ഒന്ന് അലിഞ്ഞ് വരുമല്ലോ, അതൊന്ന് വറ്റി തുടങ്ങുമ്പോൾ ഇനി നമുക്കിതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം 1/2 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്നെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഒരുപാട് കുക്കിംഗ് ടൈം ഒന്നും എടുക്കില്ല, കാരണം നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് ഇട്ടതുകൊണ്ട് തന്നെ ഒരുപാട് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു വെള്ളം ഉണ്ടല്ലോ, ആ ഒരു പഴത്തിൻ്റെയും പഞ്ചസാരയുടെയും തേങ്ങയുടെയൊക്കെ അത് ജസ്റ്റ് ഒന്ന് വറ്റിയാൽ മാത്രം മതി. അപ്പോൾ ഇത്രയും മതി, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരുപാട് തണുത്ത് പോകരുത്, നമുക്ക് ജസ്റ്റ് കൈ വെച്ചിട്ട് കുഴയ്ക്കാൻ പാകത്തിനുള്ള ആ ഒരു ചൂട് വേണം എപ്പോഴും. ഇനി ഇതിലോട്ടൊരു 1/4 കപ്പോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് മാവുണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കോൺഫ്ലോർ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ, ചെറു ചൂടോട് കൂടി വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. ഇനി നല്ലതുപോലെ ആ ഒരു മാവും പഴവും തേങ്ങയും പഞ്ചസാരയൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടി വേണമെങ്കിൽ മാത്രം നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ അതൊന്നും ചേർക്കുന്നില്ല, നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി വേറൊരു കൂട്ട് നമ്മൾ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പോളം മൈദ എടുക്കുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഈ സ്റ്റെപ്പിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 മുട്ട പൊട്ടിച്ചിട്ട് ബീറ്റ് ചെയ്തിട്ട് അതിൽ മുക്കി നമുക്കിത് പൊരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ മൈദയാണ് എടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ലൂസായി പോകരുത് ബാറ്റർ, ഈ ഒരു കണക്കിൽ വേണം നമ്മൾ ഒരു ബാറ്ററിൻ്റെ തിക്നെസ് ആക്കി എടുക്കാനായിട്ട്. ഇനി നമുക്കിത് മുക്കി പൊരിച്ചെടുക്കാനായിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഇത് വേറെ ഒന്നുമില്ല, ബ്രെഡ് നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തത് മാത്രമാണ്. അപ്പോൾ ഇതിലാണ് നമ്മളൊന്ന് മുക്കി എടുത്തിട്ട് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ബനാന കട്ട്ലറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും കട്ട്ലറ്റിന് നമുക്ക് മനസ്സിലൊരു ഷേപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഷേപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സാധാരണ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ തന്നെയാണ്. ഇതെല്ലാം നമുക്ക് ഏത് ഓവൽ ഷേപ്പിൽ ചെയ്തെടുക്കാം, സ്ക്വയർ ഷേപ്പിൽ ചെയ്തെടുക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മുടെ ഇഷ്ടമുള്ള അളവിൽ എടുത്തതിന് ശേഷം ആദ്യം ഈ ഒരു മൈദയുടെ മിക്സ് ഉണ്ടല്ലോ നമ്മളിവിടെ ചെയ്ത് വെച്ചാൽ അതിലൊന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിലൊന്നും യൂസ് ചെയ്ത് ഒരുപാട് പേര് അങ്ങനെ സംശയം ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ നാടൻ റെസിപ്പീസൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ നാടൻ വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യുന്നതിന് ഏറ്റവും നല്ലത്. പിന്നെ ഈ ഒരു ഐറ്റത്തിൽ നമുക്ക് ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല, വളരെ കുറച്ച് എണ്ണ മാത്രം മതി. എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടായി വരുമ്പോൾ മാത്രം ഈ ഒരു കട്ട്ലറ്റിൻ്റെ കൂട്ട് വെച്ച് കൊടുത്താൽ മതി. കാരണം ഇതൊരുപാട് കുക്കാവേണ്ട ആവശ്യമില്ല. ആ ഒരു മൈദയുടെ മിക്സും പിന്നെ ആ ഒരു ബ്രെഡ് ക്രംസും മാത്രം ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. അപ്പോൾ ഇത് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് ഞാൻ നമ്മുടെ ഗീവ് വേയുടെ കാര്യം പറയാം. നമ്മുടെ റിസൾട്ട് വരുന്ന ഫെബ്രുവരി 15 അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഗീവ് വേയുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതുപോലെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം.
അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. 3 വിന്നേഴ്സിനാണ് സെലക്ട് ചെയ്യുന്നത്. ഇലക്ട്രിക് ബീറ്ററാണ് പ്രൈസായിട്ട് കൊടുക്കുന്നത്. ആരും മിസ് ചെയ്യരുത്, തീർച്ചയായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. പുറം നല്ല ക്രിസ്പിയാണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതുപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റാണ്, പഴം ഇട്ടല്ലേ നമ്മൾ ചെയ്തത്, അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ആ ഒരു പഴത്തിൻ്റെ കൂട്ടിൽ ഞാൻ മൈദ മാത്രം ഒന്ന് ഇതുപോലെ കവർ ചെയ്ത് ഉരുട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാം. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. ബ്രെഡ് ക്രംസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ രീതിയിലും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എന്തായാലും വീട്ടിൽ പഴമൊക്കെ ഉണ്ട്, കുട്ടികളൊന്നും പഴം കഴിക്കില്ല, അല്ലെങ്കിൽ ഒരുപാട് പഴമൊക്കെ വാങ്ങിച്ച് വയ്ക്കുന്ന സമയങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പം ഏകദേശം രണ്ടും ഒരേ കൂട്ടിലാണ് നമ്മൾ ചെയ്തത്. അതായത് ഈ കട്ട്ലറ്റും പിന്നെ നേരത്തെ ഉരുട്ടിയിട്ടല്ലോ അതും. പക്ഷേ ഈ രണ്ടിനും ടേസ്റ്റ് കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ. രണ്ടും വ്യത്യസ്ത രീതിയിൽ കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും.